ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 കെമിസ്ട്രി 6ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് നമ്മൾ പഠിച്ച ആദ്യത്തെ ടോപ്പിക് ലിമിറ്റിംഗ് റിയേജൻറ്റ്. The reactant which gets consumed first limits the amount of product formed is called the limiting reagent. സോ ഇവിടെ മീൻ ചെയ്യുന്നത് ഒരു റിയാക്ഷനിൽ നമുക്കറിയാം റിയാക്റ്റൻസ് ഉണ്ടാവും. ഈ റിയാക്റ്റൻസിൽ ആദ്യം കെമിക്കൽ റിയാക്ഷന് വേണ്ടി യൂസ്ഡപ്പ് ആകുന്ന റിയാക്റ്റൻറ്റ് എപ്പോഴാണോ യൂസ്ഡപ്പ് ആകുന്നത് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനവും അതേസമയം സ്റ്റോപ്പ് ആകുന്നു. ഒരു റിയാക്റ്റൻറ്റ് കംപ്ലീറ്റ്ലി യൂസ്ഡപ്പ് ആകുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് നിൽക്കുന്നു. അത്രയേ ഉള്ളൂ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ അർത്ഥം. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ 50 kg ഓഫ് N2 10 kg ഓഫ് H2 എടുത്തു. നമ്മളിത് മിക്സ് ചെയ്തിട്ട് NH3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ NH3ൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏതാണ് റിയേജൻറ്റ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഈ ഒരു റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. N2 + 3H2 gives 2NH3 ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ മോൾസ് ഓഫ് N2 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും 17.86 × 10⁻²2 മോൾ. ആൻഡ് ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 4.96 × 10⁻³ മോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ അബവ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു മോൾ ഓഫ് നൈട്രജൻ റിക്വയർസ് 3 മോൾ ഓഫ് ഹൈഡ്രജൻ ഫോർ ദ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ 17.86 × 10⁻² മോൾ ഓഫ് നൈട്രജൻ ദ മോൾസ് that would be required will be നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇറ്റ് വുഡ് ബി 5.36 × 10⁻³ മോൾ ഓഫ് H2 ഹൈഡ്രജൻ. 17.86 × 10⁻² മോൾ ഓഫ് നൈട്രജന് ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ആക്ച്വലി വേണ്ടത് 5.36 × 10⁻³ മോൾ ഓഫ് H2 ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് 4.96 × 10⁻³ മോൾ ഓഫ് H2 മാത്രം ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. So NH3 would be formed only from the amount available dihydrogen, that is 4.96 × 10⁻³ mole. അപ്പോൾ എത്ര NH3 ഫോം ആവും? that will be limited to the availability of dihydrogen. അതായത് 4.96 × 10⁻³ മോൾ എന്ന് പറയുന്ന ആ ഒരു amount ഓഫ് ഡൈഹൈഡ്രജന് വേണ്ടി മാത്രമേ NH3 പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.30 × 10⁻³ മോൾ ഓഫ് NH3 ആണ് നമുക്ക് ഈ ഒരു റിയാക്ഷനിലൂടെ അക്കോർഡിംഗ് നമുക്ക് തന്നിട്ടുള്ള ഹൈഡ്രജൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് 3.30 × 10⁻³ മോൾ ഓഫ് NH3 ആണ്. നമുക്കത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സോ 1 മോൾ ഓഫ് NH3 is 17 gram. അപ്പോൾ നമ്മൾ ഇവിടെ 3.30 × 10⁻³ മോൾ ഓഫ് NH3 × 17 gram ഓഫ് NH3 ഡിവൈഡഡ് ബൈ 1 മോൾ ഓഫ് NH3 നമുക്ക് കാൽക്കുലേഷന് ശേഷം കിട്ടുന്ന ആൻസർ ഇറ്റ് വിൽ ബി 56.1 kg ഓഫ് NH3. 56.1 kg ഓഫ് NH3 ആണ് നമ്മൾ മേലെ പറഞ്ഞ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടുന്ന amount ഓഫ് NH3 എന്ന് പറയുന്നത് 56.1 kg. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക് റിയാക്ഷൻ ഇൻ സൊല്യൂഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഓർ ദി amount ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് ഗിവൺ വോള്യൂം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഒരു സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അതായത് സൊല്യൂട്ട് അതിൻ്റെ ആ ഒരു സൊല്യൂഷനിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ മാസാണ് നമ്മൾ ഈ ഒരു 4 മെത്തേഡ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ മാസ് പെർസെൻറ്റ് ഓർ വെയ്റ്റ് പെർസെൻറ്റ്, രണ്ടാമത്തെ മോൾ ഫ്രാക്ഷൻ, മൂന്നാമത്തെ മൊളാരിറ്റി, നാലാമത്തെ മൊളാലിറ്റി. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഈ 4 മെത്തേഡ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി ഈ 4 മെത്തേഡ്സ് ആണ് നമ്മളൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ മാസ് പെർസെൻറ്റ്.
നമ്മൾക്ക് അവിടെ ഒരു റിലേഷൻ എങ്ങനെയാണ് നമ്മൾ മാസ് പേഴ്സൺ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഇക്വേഷനാണ് അവിടെ പഠിക്കുന്നത്. മാസ് ഓഫ് ദ സൊല്യൂട്ട്, അതായത് ആ സൊല്യൂഷനിൽ എത്രയാണോ നമ്മൾ സൊല്യൂട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ആ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ് ഡിവൈഡഡ് ബൈ ആ സൊല്യൂഷൻ ഹോളായിട്ടുള്ള മൊത്തത്തിൽ ആ സൊല്യൂഷന് മാസ് ഇൻറ്റു 100 നമ്മൾ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, a solution is prepared by adding 2 gram of substance A into 18 gram of water. 2 gram of substance A ആണ് നമ്മൾ 18 gram of വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മളിത് വെച്ചിട്ട് മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ 2 gram ഓഫ് സബ്സ്റ്റൻസ് ആണുള്ളത്, അത് നമ്മൾ മാസ് ഓഫ് എ ആ ഒരു സ്ഥാനത്ത് എഴുതി ഡിവൈഡഡ് ബൈ 2 gram ഓഫ് എ. മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 2 gram ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടറിൻ്റെ 18 gram ഉണ്ടാവും. സോ 2 gram ഓഫ് എ പ്ലസ് 18 gram ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 20 gram ആയിരിക്കും നമുക്ക് ടോട്ടലി കിട്ടുന്നത് ഇൻറ്റു 100. അപ്പോൾ നമ്മളുടെ കാൽക്കുലേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ 10% എന്ന് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ മാസ് പെർസെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു മെത്തേഡിലേക്ക് കടക്കുകയാണ്, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ മൊത്തത്തിൽ എത്ര മോളുണ്ട് എന്നതാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടോട്ടലി ഇൻ ദ സൊല്യൂഷൻ, NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എലിമെൻറ്റ്, ബി സബ്സ്റ്റൻസ് ആണ് നോക്കുന്നതെങ്കിൽ വിൽ ഹാവ് ടു റൈറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഹോൾ സൊല്യൂഷൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മൊലാരിറ്റി. മൊലാരിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. സൊല്യൂഷൻ്റെ വോള്യൂം ഇൻ ലിറ്റേഴ്സ് ആണ് നമ്മളിവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ചെയ്യുന്നത്, വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ അതിന് ടീച്ചർ തന്നെ പറഞ്ഞു തന്ന ഒരു എക്സാമ്പിളാണിത്. വേറൊരു എക്സാമ്പിൾ കൂടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ മൊലാരിറ്റി ഓഫ് NaOH ഇൻ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 4 gram in enough water to form 250 ml of the solution. അപ്പോൾ നമുക്കിവിടെ മൊലാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫോർമുല ഇസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ മാസ് ഓഫ് NaOH ബൈ മോളാർ മാസ് ഓഫ് NaOH നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്, ദാറ്റ് ഇസ് 250 ml ആണ്. അത് നമ്മൾ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.250 ലിറ്റർ. അപ്പോൾ നമുക്ക് കിട്ടും 4 gram ആണ് മാസ് ഓഫ് NaOH ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH. അത് ഞാൻ പറഞ്ഞിരുന്നു, മോളാർ മാസ് നമ്മൾ മിക്കതിൻ്റെയും പഠിക്കേണ്ടി വരും. സോ ഇറ്റ് വിൽ ബി 40 gram and then we'll divided by 0.250 liter. So the answer we'll get will be 0.1 mole divided by 0.250 liter, and നമ്മളുടെ calculation ശേഷം it will be 0.4 m. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. മൊലാരിറ്റിയുടെ ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. സോ വി റൈറ്റ് 0.4 m. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊലാരിറ്റി, ഒരു സൊല്യൂഷൻ്റെ മൊലാരിറ്റി എപ്പോഴും ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. മൊലാരിറ്റി എപ്പോഴും ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി നമ്മൾ മൊലാരിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മൊലാലിറ്റി. It is defined as the number of moles in solutes present in 1 kg of solvent. It is denoted by M. Small letter M ആണ്. നമ്മൾ മൊലാരിറ്റിയിൽ ക്യാപിറ്റൽ ലെറ്റർ എം ആണ് വേണ്ടത്. ഇപ്പോൾ മൊലാരിറ്റിയിലേക്ക് വന്നപ്പോൾ സ്മോൾ ലെറ്റർ എം ആയി. മൊലാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. സോൾവെൻറ്റിൻ്റെ, സൊല്യൂഷൻ്റെ അല്ല, സോൾവെൻറ്റിൻ്റെ മാസ് ഇൻ kg ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഈസിലി നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഡെൻസിറ്റി ഓഫ് 3 molarity solution is NaCl is 1.25 gram per milliliter. Calculate the molality of the solution. അപ്പോൾ നമുക്കറിയാം 3 mole per liter ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മാസ് ഓഫ് NaCl ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു 3 × 58.5 വിച്ച് ഇസ് ഈക്വൽ ടു 175.5 gram എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് ദെൻ മാസ് ഓഫ് 1 liter സൊല്യൂഷൻ,
is equal to 1000 into 1.25 which is equal to 1250 gram. Since density നമ്മൾക്ക് തന്നിട്ടുണ്ട് 1.25 gram per milliliter ആണ്. Mass of water in solution is 1250 minus 75.5 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1074.5 gram എന്നാണ്. ഇപ്പോൾ മൊലാലിറ്റി ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂട്ട് ആൻഡ് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. ഇതെല്ലാമാണ് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ മൊലാലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇസ് 3 mol ഡിവൈഡഡ് ബൈ 1.0745 kg. നമ്മൾ അവിടെ കിട്ടിയത് ഗ്രാം ആയിരുന്നു, അത് നമ്മൾ kgയിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ 3 mol by 1.0745 kg is equal to നമുക്ക് കാൽക്കുലേഷന് ശേഷം വിൽ ഗെറ്റ് ദ ആൻസർ 2.79 m. അപ്പോൾ ഈ ഒരു ടോപ്പിക് ദാറ്റ് ഇസ് മൊലാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 മെത്തേഡ്സ് ആണ്. ആ 4 മെത്തേഡ്സും നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് തറവായിട്ട് ഇതെല്ലാം പഠിക്കണം. കാരണം ഈ 4 മെത്തേഡ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. നിങ്ങൾ തറോ ആയിരുന്നാൽ മാത്രമേ എക്സാമിൻ്റെ സമയത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നന്നായിട്ട് തറോ ആയിട്ട് ഇതെല്ലാം വായിച്ച് പഠിക്കണം. ഇനി എന്തായാലും നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. സോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സാമ്പിൾ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ വാസ് ഫൗണ്ട് ടു ബി സിവിയർലി കണ്ടാമിനേറ്റഡ് വിത്ത് ക്ലോറോഫോം CHCl3 supposed to be a carcinogenic in nature. The level of contamination was 15 ppm by mass. അപ്പോൾ എക്സ്പ്രസ് ദിസ് ഇൻ പെർസെൻറ്റ് ബൈ മാസ് ആണ്. അപ്പോൾ 15 ppm എന്ന് പറയുന്നത് 15 gram ഓഫ് ക്ലോറോഫോം ഇൻ 1 million gram ഓഫ് സൊല്യൂഷൻ. 1 million gram ഓഫ് സൊല്യൂഷനിൽ 15 gram ഓഫ് ക്ലോറോഫോം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസ് പെർസെൻറ്റ് നമ്മൾ മാസ് ഓഫ് ക്ലോറോഫോം that is 15 gram by mass of whole solution that is 1 million into 100. നമുക്ക് കിട്ടുന്ന ആൻസർ 1.5 into 10 raised to -3% എന്ന് ആയിരിക്കും. സോ ദാറ്റ്സ് ഈസി. ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് അടക്കാം. മൊലാലിറ്റി. അപ്പോൾ മൊലാലിറ്റി ഈസ് മാസ് ഓഫ് ക്ലോറോഫോം ബൈ മോളാർ മാസ് ഓഫ് ക്ലോറോഫോം ഇൻറ്റു മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് ക്ലോറോഫോം ഇൻറ്റു 1000. അപ്പോൾ എല്ലാ മാസസും ഗ്രാമിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ വിൽ ഗെറ്റ് ദാറ്റ് 15 by 119.5 ദാറ്റ് ഇസ് മോളാർ മാസ് ഓഫ് ക്ലോറോഫോം ഇൻറ്റു mass of solution that is 1 million minus mass of chloroform 15 into 1000. നമുക്ക് കിട്ടുന്ന ആൻസർ ആഫ്റ്റർ ഓൾ ദ കാൽക്കുലേഷൻ വിൽ ബി 1.255 into 10 raised to -4 m. ഓക്കെ, ഇനി നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Calculate the molarity of a solution of ethanol in water in which the mole fraction of ethanol is 0.040. അപ്പോൾ നമ്മൾക്ക് ഇവിടെ മൊലാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ആണ്. സോ മോൾസ് ഓഫ് എത്തനോൾ ഇസ് 0.04 മോൾ എന്ന് നമുക്കറിയാം. മോൾസ് ഓഫ് വാട്ടർ ഇസ് 1 മൈനസ്, ബാക്കിയുള്ളതെല്ലാം മോൾസ് ഓഫ് വാട്ടർ ആയിരിക്കും. മോൾസ് ഓഫ് എത്തനോൾ കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷനിൽ ബാക്കിയെല്ലാം മോൾസ് ഓഫ് വാട്ടർ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഈസിലി ദ മോൾസ് ഓഫ് വാട്ടർ 1 മൈനസ് 0.04 വിച്ച് ഇസ് ഈക്വൽ ടു 0.96 മോൾ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുകയാണ്. മൾട്ടിപ്ലൈയിങ് അവർ മോലാർ മാസ് വിച്ച് ഇസ് 17.3 ആൻഡ് മാസ് ഓഫ് എത്തനോൾ വിൽ ബി 1.84 gram. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മൊത്തത്തിൽ കിട്ടുന്ന മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 17.3 പ്ലസ് 1.84 ആയിരിക്കും. സോ വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 19.1 gram. ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 1 gram by ml. സോ 1 gram അവർ തന്നിട്ടുണ്ട്. അസ്യൂം ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു ബി 1 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. സോ ഡെൻസിറ്റി ഈസ് 1 gram by per milliliter. സോ ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോള്യൂം. അത് നമുക്കറിയാം. വോള്യൂം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് മാസ് ഇവിടെ കിട്ടി എന്താണ്? 19.1 ആണ് മാസ് എന്ന് പറയുന്നത്. ഐ മീൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിരുന്നു. സോ വിൽ ഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് 19.1 ml ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും വോള്യൂം. അത് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇസ് 0.0191 ലിറ്റർ. അപ്പോൾ നമ്മൾ മൊലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത്രയും. അതിൻ്റെ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് മോൾ ഓഫ് ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ വേണം. അതുപോലെ തന്നെ
ഹോൾ സൊല്യൂഷൻ്റെ വോളിയൂം ഇൻ ലിറ്റർ നമുക്ക് ആവശ്യമുണ്ട്. സോ 0.04 ഫ്രാക്ഷൻ ഓഫ് എത്തനോളിൻ്റെ മോള് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയൂം ഓഫ് ഇൻ ലിറ്റർ. സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയൂം എന്ന് പറയുന്നത് 0.191 ഇൻ ലിറ്റർ ആണ്. സോ ആഫ്റ്റർ ദ കാൽക്കുലേഷൻ വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് 2.1 m. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ആൻഡ് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. See you on my next video. Thanks for watching. Bye bye.